ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന് ബി ജെ പി ഒരു അലവലാതി പാർട്ടിയായി മാറിയെങ്കിൽ നിങ്ങൾ മാറിയെന്ന് പറയാൻ തെറ്റ് പറയാൻ നിൽക്കുമോ? ഒരു കാര്യമുണ്ട്, ആ പെക്കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുടെ ഇടയിൽ, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ പലരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു അച്ചടക്കം ഇല്ല, വിനയമില്ല, ദാർഢ്യമാണ്, ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെ കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ നിന്നും ഒരു അലവലാതി പാർട്ടിയായി അധപ്പതിച്ചു എന്ന നിലയിൽ BJPയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ സ്വീകരിച്ചത്. അതോടൊപ്പം ചേലക്കരയിൽ UDFന് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പിഴച്ചു എന്നൊരാരോപണവും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. SNDPയുടെയും വെള്ളാപ്പള്ളിയുടെയും നിലപാടുകളിൽ മാറ്റം വരുന്നു എന്ന സൂചന നൽകുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. നമുക്കതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അത് ശരിയാണ്, അടിയോടിന്ന് പറഞ്ഞാൽ അവിടെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു അലവലാതി പാർട്ടിയായി ഇപ്പോൾ മാറി. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന് ബി ജെ പി ഒരു അലവലാതി പാർട്ടിയായി മാറിയെങ്കിൽ നിങ്ങൾ മാറിയെന്ന് പറയാൻ തെറ്റ് പറയാൻ നിൽക്കുമോ? കണ്ടില്ലേ കോർപ്പറേഷൻ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയണത്? ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലുണ്ടാകും. അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത്. ഇത് മൈക്ക് കെട്ടി പറയണമെന്ന് നടക്കുന്നത് അത് വളരെ മോശം. മാത്രമല്ല, ഈ BJPയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂട്ടി ഒരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവവും അച്ചടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ചടക്കമില്ല. വാളെടുത്ത എല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയാണ്. അതെത്തായാലും ആര് ചെയ്താലും അത് ശരിയല്ല, ഏത് പാർട്ടി ആയാലും ശരിയല്ല. സുരേന്ദ്രൻ ശരിക്കും ആ പോസ്റ്റിൽ ഇരിക്കാൻ പ്രാപ്തനാണോ? അത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രാപ്തി ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അതാത് പാർട്ടിക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ല. എനിക്ക് അതിനകത്ത് ഒരു കാര്യമില്ല. ഞാനും ആ സുരേന്ദ്രനുമായിട്ട് അനുമാത്രം വലിയ അടുപ്പവും ഇല്ല. കാരണം അവരൊക്കെ വടക്കുള്ളവരല്ലേ. ഇപ്പോൾ ഈ ഇവിടെയുള്ള ഞാനുമായിട്ട് അത്രയും വലിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. അതായത് ഇൻട്രാക്ഷൻ ഉണ്ടാകാത്ത പുള്ളിയുടെ കപ്പാസിറ്റി എനിക്ക് അളക്കാൻ എനിക്കൊട്ടും സാധിച്ചിട്ടില്ല. പിന്നെ അവർ സുരേന്ദ്രനെ വെക്കണോ ആരെ വെക്കണം ആരെ വെക്കണ്ട എന്ന് തീരുമാനിക്കണം നമ്മളാരുമല്ല, അവരുടെ പാർട്ടിയല്ലേ. ആ പാർട്ടി വെച്ചിട്ട് അതിൻ്റെ ജയവും പരാജയവും അവരുടെ പാർട്ടി ഏറ്റെടുത്തോട്ടെ. നമുക്കിപ്പോൾ എന്താ കാര്യം? പൂച്ചക്ക് പൊന്നൂത്തിനടുത്ത് പല കാര്യമുണ്ട്. അത് അവരോട് ചോദിക്കണം, എനിക്കറിയാം. ഞാൻ NDAയുടെ ആരുമല്ല. അത് രമ്യ ഹരിദാസ് എനിക്കത് ഞാൻ ചോദിക്കട്ടെ. രമ്യ ഹരിദാസ് ആദ്യം നിന്ന് ഇവിടെയല്ലേ, ആലത്തൂരല്ലേ നിന്ന് 2 പ്രാവശ്യം ഒന്നുമല്ല. അന്നൊന്നും എന്നെ തിരക്കിട്ടില്ല, കണ്ടിട്ടില്ല. ആ രമ്യ ഹരിദാസ് വലിയ ദാർഢ്യവും അഹങ്കാരവും ഫോൺ പോലും എടുക്കലെന്നൊക്കെ ആളുകൾ പറയണം. അപ്പോൾ അതെന്തുമായിട്ട് എനിക്കങ്ങനെ അനുഭവമില്ല. അവരുടെ മറ്റു സ്വഭാവത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മെയ്വഴക്കം വേണ്ടേ? അതുകൊണ്ടാ 2 പ്രാവശ്യം നിന്നപ്പോൾ എന്നെ കണ്ടില്ല, കാണണമെന്ന് ഞാൻ നിർബന്ധിച്ചില്ല. അതിന് എന്തുകൊണ്ട് ആലത്തൂർ നിന്നപ്പോൾ തന്നെ എന്നെ കാണണമെന്ന് തോന്നാൻ കാര്യം? അതൊരു നല്ലൊരു മെസ്സേജ് അല്ലല്ലോ അത്. അതുകൊണ്ടാണ് അത് ഇന്ന് ഞാൻ TV കണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം കുഴച്ചുപോയി. അതൊക്കെ ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ചിട്ട് ഇനി അടുത്തതിന് മാറ്റി തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പെക്കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുടെ ഇടയിൽ, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ പലരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു അച്ചടക്കം ഇല്ല, വിനയമില്ല, ദാർഢ്യമാണ്, ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയോ തെറ്റോ എന്താ എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു കേൾക്കണം.